നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മഴ തകർത്ത് പെയ്ത് ഒരു രക്ഷയില്ല. ഡ്രസ്സെല്ലാം നനഞ്ഞ് കുളിച്ച് ഒരു രക്ഷയില്ലാത്ത തണുപ്പും കാറ്റും എല്ലാം കൂടിയായി. അപ്പം ചൂടാക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിൽ കയറി ചൂടുള്ള തന്തൂരി ചിക്കൻ ഓർഡർ ചെയ്തിരിക്കുകയാണ്. നമ്മളെ രാജാവ് പുറത്ത് പോയിട്ടുണ്ട്. വേറെ രക്ഷയില്ല. ചിക്കൻ ആകുമ്പോൾ ചൂടാണല്ലോ ബോഡിക്ക്. നല്ല അടിപൊളി ഡ്രസ്സിങ്ങൊക്കെയാണ്, കൊള്ളാം. അമൃത്സറിലെ മഴ കണ്ടപ്പോൾ വിചാരിച്ച് ഭൂലോക മഴയായിരിക്കുന്നു. അമൃത്സറിൽ നിന്ന് കുറച്ചങ്ങോട്ട് വിട്ടപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ നിന്ന്. അമൃത്സറിൽ ഭയങ്കര മഴയും കാറ്റൊക്കെ ആയിരുന്നു. അങ്ങനെ ഇപ്പം രാത്രി 12 മണിയായി. നമ്മൾ ഹിമാചൽ പ്രദേശിലേക്ക് ധർമ്മശാലയിലേക്കുള്ള വഴിയിലാണ്. പെട്രോൾ അടിക്കാൻ വേണ്ടി കയറിയതാണ്. ഇവിടെ പെട്രോളിന് പ്രൈസ് വരുന്നത് കണ്ടോ, 93.90, ഏകദേശം 94 രൂപ മാത്രമേ ഇവിടെ പെട്രോളിന് വില ആയിട്ടു റേറ്റുള്ളൂ. എന്ത് സംഭവം? ന്യൂട്രലായിരുന്നു. അതൊന്നും കണ്ട 93.90 എന്നുവെച്ചാൽ 94 രൂപയേ ഉള്ളൂ ഇവിടെ പെട്രോളിന്. അതുകൊണ്ട് നമ്മൾ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പം അങ്ങോട്ട് കയറുമ്പം ഇതൊരു കുന്നാണ്, നമ്മുടെ നാട്ടിലെ മല, പിന്നെ വയനാട് പോലെ അല്ലെങ്കിൽ രാജസ്ഥാനിലെ മൗണ്ട് അബു പോലെ ഒരു ഹൈ ഹിൽ ഏരിയയാണ് സംഭവം. അപ്പോൾ ഏകദേശം ഇനി 2 മണിക്കൂർ പിടിക്കായിരിക്കും അല്ലേ? 2 മണിക്കൂർ പിടിക്കായിരിക്കും അല്ലേ? അപ്പോൾ 2.25 മണിക്കൂർ നോക്കാം. ഏകദേശം 2.25 മണിക്കൂർ. അപ്പോൾ 1-2 സ്ഥലത്ത് ചാടിക്കാനൊക്കെ നിർത്തും. അങ്ങനെയാണെങ്കിൽ 2.25 മണിക്കൂർ. കാരണം റോഡ് ഇങ്ങനെ സാധാ റോഡാണ്, പിന്നെ വളഞ്ഞും പൊളഞ്ഞും, പിന്നെ രാത്രിയല്ലേ, അപ്പോൾ ലൈറ്റും നമുക്ക് കറക്റ്റ് ഫോക്കസ് കിട്ടണില്ല. എന്നെ തെരഞ്ഞു വരും നാട്ടിലേക്ക്. നമ്മൾ ഏറ്റവും വലിയൊരു തമാശ പറഞ്ഞുതരാം. ഇവിടെ പെട്രോൾ അടിക്കാൻ വേണ്ടി കയറിയതാണ്. പെട്രോൾ അടിക്കാൻ വേണ്ടി കയറി മൂത്രമൊഴിക്കാൻ മുട്ടിയപ്പം നേരെ പെട്രോൾ പമ്പിൻ്റെ അവിടെയുള്ള ആ മരത്തിൻ്റെ അടിയിൽ പോയിട്ട് മൂത്രമൊഴിക്കാൻ വേണ്ടി പോയപ്പം അവിടെ മൊത്തം കാട്, ഒരു പരിചയമുള്ളൊരു കാട്, കുറ്റിച്ചെടികൾ മൊത്തം. അപ്പം ഞാനിങ്ങനെ ഈ ഇല എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അപ്പം നോക്കുമ്പോണ്ടല്ലോ, ഇത് കണ്ടോ, ഒന്നാം തരം കഞ്ചാവാണ്. അപ്പോൾ എനിക്ക് സംശയം. അപ്പം ഞാൻ ഇതുപോലെ രാജാവിനോട് ചോദിച്ചപ്പോൾ രാജാവ് പറഞ്ഞു, രാജാവിൻ്റെ കൂടെ ഉള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ പബ്ലിക്കായിട്ട് സംഭവം ഇങ്ങനെ വളരുന്നുണ്ട്, അതൊന്നും ഇവിടെ പ്രശ്നമുള്ള കാര്യമല്ലാന്ന്. അങ്ങനെ ഞാനിതെടുത്ത് ഗൂഗിളിൽ സംഗതി സ്കാൻ ചെയ്തപ്പോൾ ഉണ്ടല്ലോ, പൊന്നാരളിയന്മാരെ, ഈ ഫോറസ്റ്റ് മുഴുവൻ കഞ്ചാവെന്ന് പറഞ്ഞ മാതിരി കാണിച്ചു തരട്ടാ സംഭവം. അതിൻ്റെ ഒരു എന്ന് വെച്ചാൽ റോഡ് സൈഡിൽ വളരുന്ന സാധനം. ഇത് കണ്ടോ, ഇത് മൊത്തം അതാണ് സംഭവം. എൻ്റെ പൊന്നോ, സത്യം പറഞ്ഞ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കഞ്ചാവിൻ്റെ ചെടി കാണുന്നതും കൈകൊണ്ട് തൊടുന്നതും. യാത്ര കൊണ്ട് അങ്ങനെ ഒരു സംഭവം സംഭവിച്ചു. അടിപൊളി. ഇപ്പോൾ സമയം രാവിലെ 3 മണിയായി. ഇപ്പോഴും നമ്മൾ ഒരു 50 കിലോമീറ്റർ നമ്മളിപ്പോഴും എത്തിയിട്ടില്ല. കംപ്ലീറ്റ് റോഡ് പണി, ചളി കാര്യങ്ങളൊക്കെയാണ്. തീരെ ബൈക്കായതുകൊണ്ട് തീരെ മൂവ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഇതാ അവിടെ ഒരു ചുരമാണിത്. ചുരത്തിൽ കല്ല് വീണിട്ട് റോഡെല്ലാം ബ്ലോക്കായിട്ട് ഇപ്പോൾ അതാ വണ്ടിയെല്ലാം ബ്ലോക്കാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇനിയും തോന്നുന്നു 2-2.5 മണിക്കൂറെങ്കിലും എടുക്കും തോന്നുന്നു അവിടെ എത്താൻ വേണ്ടിയിട്ട്. കണ്ടോ, കംപ്ലീറ്റ് പണിയാണ്. കണ്ടോ, ഇതെല്ലാം പാറക്കല്ലിൻ്റെ മേലെയാണ് വീട് വെച്ചിരിക്കണത്. കുന്നിൻ്റെ മേലെ, അതായത് പാറക്കല്ലുമ്മൽ വീട് വെച്ചിട്ടുണ്ട്. ഭയങ്കര അപകടകരമായ രീതിയിലാണ്. കണ്ടാൽ തന്നെ നമുക്ക് തന്നെ പേടിയാവും ഇവരൊക്കെ എങ്ങനെ അവിടെ ജീവിക്കണമെന്ന്. എന്തായാലും ഭയങ്കര അഡ്വഞ്ചർ വഴിയാണ്. ചളി എന്ന് പറഞ്ഞാൽ അത്രയും ചളി. ഇവിടെ ഒരാൾ ഇറങ്ങിയിട്ട് പതുക്കെ എടുത്തിട്ട് കൊണ്ടുപോകണം. 1-2 വട്ടം വീഴാൻ പോയി. ഭയങ്കര റിസ്കി വഴിയാണ്.
അപ്പോൾ ഏകദേശം ഒരു 50 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ദിവസം ഒരു രാത്രി മുഴുവൻ നമ്മൾ നന്നായിട്ട് കഷ്ടപ്പെട്ട്. കാരണം ഹിമാചൽ പ്രദേശിലേക്ക്, അതായത് പഞ്ചാബിൽ നിന്ന് ഹിമാചൽ പ്രദേശിലേക്കുള്ള ആ ഒരു ചുരം അല്ലെങ്കിൽ വഴി കംപ്ലീറ്റ് പണി നടക്കുകയായിരുന്നു. 4 വരി പാതയാക്കുന്നത്. അപ്പോൾ ഇവർ ഒരു സൈഡിലുള്ള കുന്നെല്ലാം ഇടിച്ചിട്ട് ആ കുന്നിലുള്ള മണ്ണെല്ലാം കൂടി റോഡിലായിരുന്നു. പിന്നെ റോഡ് പണീൻ്റെ ആ ഒരു പ്രശ്നങ്ങളും എല്ലാം ആയിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു. വളരെ കഷ്ടപ്പെട്ട്, കാരണം സ്ലിപ്പായി പോയിരുന്നു വണ്ടിയൊക്കെ. 2-3 പ്രാവശ്യം വണ്ടി ചെരിഞ്ഞ്, പക്ഷെ വീണില്ല. അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ രാവിലെയാണ് നമ്മൾ ഇവിടെ എത്തിയത്. നമ്മുടെ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞില്ല, ധർമ്മശാലയിൽ രാവിലെ എത്തി. പക്ഷേ ധർമ്മശാലയിൽ എത്തിയപ്പം ഒരു രക്ഷയില്ല. അടിപൊളി സ്ഥലമാണ്, നല്ലൊരു ഹൈ റേഞ്ചാണ്. നമ്മൾ എത്തിയപ്പോൾ തന്നെ കാണുന്നത് മുന്നിൽ ശരിക്കും വലിയൊരു പച്ച സാധാ പോലത്തെ നമ്മുടെ ഒരു ഗ്രീൻ കളർ മല കാണുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ബാക്കിൽ മഞ്ഞ് മല കാണുന്നുണ്ട്, പിന്നെ താഴ്വാരം. അപ്പോൾ ഈ ധർമ്മശാല എന്ന് പറഞ്ഞ ഒരു സ്ഥലം എനിക്ക് പരിചയമുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂസ് പേപ്പറിലൂടെയും ടി വിയിലൂടെയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് നമ്മളെ പിന്നെ ക്രിക്കറ്റ് ഒക്കെ ഇവിടെ നടന്നിരുന്നു. ഗാംഗുലിയും അതേപോലെ സച്ചിനും ദ്രാവിഡൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒരുപാട് കളികൾ ഇവിടെ നടന്നിരുന്നു. അപ്പം നമ്മളിങ്ങനെ ടി വിയിൽ ദൂരദർശനമൊക്കെ ഉള്ള സമയത്ത് ടി വിയിൽ ഇങ്ങനെ കാണും ധർമ്മശാല ഇന്ന് കളി. അപ്പോഴും ഞാൻ വിചാരിച്ചിരുന്നത്, സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരണവരെ വിചാരിച്ചിരുന്നത് അത് വല്ല ആന്ധ്രാപ്രദേശിലോ അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ ആണെന്നുള്ളതാണ് ധർമ്മശാല, കാരണം ആ പേര് കേൾക്കുമ്പോൾ. പക്ഷേ ഇത്രയും ദൂരമായിരുന്നു, കാശ്മീരിൻ്റെ അടുത്തായിരുന്നു, അല്ലെങ്കിൽ ഇത്രയും ഒരു ഹിൽ സ്റ്റേഷനായിരുന്നു എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. എന്തായാലും പൊള്ളി സ്ഥലമാണ്. പിന്നെ റോഡുകളെന്നൊന്നും പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അത് ബൈക്ക് പോലും നമുക്ക് പോവാൻ വളരെ ഡേഞ്ചർ ആയിട്ടുള്ള റോഡുകളാണ് അത്. അതെ. പിന്നെ അതേപോലെ വരുമ്പോൾ ഉള്ള സംഭവം എന്ന് വെച്ചാൽ രാത്രി നമ്മൾ ഇങ്ങനെ ഒരു പാറ, ഞാൻ വീഡിയോ ചെയ്തിരുന്നല്ലോ, പാറക്കെട്ടിങ്ങനെ വീണുകൊണ്ട് നമ്മളെ തടഞ്ഞു നിർത്തി. ആ തടഞ്ഞു നിൽക്കുമ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് പാറകൾ മേലെന്ന് ചറ പറ, അതും വലിയതും ചെറുതും എല്ലാം കൂടി ഇളകി വീണത്. അപ്പം ഭയങ്കര ഡേഞ്ചർ പ്ലേസുകളാണ് ഇതൊക്കെ. പിന്നെ ഇവിടുത്തെ വീടുകളൊക്കെ നിൽക്കണ കണ്ടാൽ തന്നെ നമുക്ക് ആകെ പേടിയാവും. പക്ഷേ വർഷങ്ങളോളം നിൽക്കുന്ന സംഭവമാണ്. പക്ഷെ നമുക്കിത് കാണുമ്പോൾ പെട്ടെന്ന് പേടി, ഇത് എപ്പോഴൊന്ന് ഇടിഞ്ഞ് വീഴും, അല്ലെങ്കിൽ ഒരു സ്ലൈഡിങ് ഉണ്ടെങ്കിൽ അതൊന്ന് എല്ലാം പോകില്ല. പിന്നെ എന്തിനാ ഇത്രയൊക്കെ പൈസ കൊടുത്തിട്ട് വലിയ ബിൽഡിങ്ങും മറ്റേ ഹോട്ടൽസൊക്കെ കെട്ടി നിർത്തിയതും നമ്മൾ വിചാരിച്ചു. അങ്ങനെയൊക്കെ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. റോഡാണെന്നുണ്ടെങ്കിലും പട്ടികളാണെന്നുണ്ടെങ്കിലും ഒരു രക്ഷയില്ല. ഇവിടുത്തെ ആൾക്കാർ നടക്കാൻ പോകുന്നത് കയ്യിലൊരു വടിയും കൊണ്ടാണ്. എല്ലാവരും രാവിലെ ആണെങ്കിലും വെറുതെ നടക്കാനാണെങ്കിൽ എവിടേക്കും പോകുമ്പോൾ കയ്യിലൊരു വടി. അപ്പം ഞാൻ ആലോചിച്ചു, എന്തിനാണ് ഈ വടിയും കൊണ്ട് നടക്കുന്നത്? കാരണം പട്ടികൾ പിന്നാലെ ഓടുകയാണ്. ഇതേപോലെ ബൈക്കിന് ഞങ്ങൾ റൂമിലേക്ക് വരുമ്പോഴൊക്കെ പിന്നാലെ ഓടി. അങ്ങനെ മൊത്തം എന്താ പറയുക, നാച്ചുറൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. പിന്നെ അതിൻ്റെ റിസ്ക്കും ഉണ്ട് ആൾക്കാർ ജീവിക്കണേൽ. ഇങ്ങനത്തെ സ്ഥലങ്ങൾ കാര്യങ്ങളൊക്കെ ബൈക്കാണെന്നുണ്ടെങ്കിൽ ഓടിക്കാൻ പറ്റാത്ത. അങ്ങനെ യു ടേൺ വരുന്നു, പക്ഷേ യു ടേൺ ചെരിഞ്ഞിട്ട് എടുക്കണം. അപ്പോഴേക്കും മറ്റേ റോങ് സൈഡിൽ നിന്ന് കാറ് വരും. കാരണം ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റില്ല, കണ്ടാൽ പോലും നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല. പിന്നെ സൈഡിൽ കൊക്കയാണ്, ആ കൊക്കയ്ക്ക് ഒരു കൈവരി പോലും ഇല്ല. നമ്മളെങ്ങാനും സ്ലിപ്പായി വീഴുമ്പോൾ നമ്മളെ തടഞ്ഞു നിർത്താൻ അവിടെ ഒരു കൈവരി പോലും ഇല്ല, നമ്മൾ താഴേക്കാവും. പക്ഷെ ഇവിടെയുള്ള ആൾക്കാർക്ക് അതൊക്കെ എന്തായി യൂസ്ഡായിപ്പോയി. അതുകൊണ്ട് അവർ 100-110 അടിച്ചു പറയും. സത്യം പറയാം, എൻ്റെ കൈ വിറച്ച് ആകെ പേടിച്ചു പോയി. ഞാൻ ചില സമയത്ത് ചില വളവിലൊക്കെ ഞാൻ നിന്നിട്ട് ആലോചിച്ച് പോയി ഞാൻ എങ്ങനെ വണ്ടി എടുക്കണം എന്നുള്ളത്. അത്രയ്ക്ക് പ്രശ്നം, മനസ്സിലായി. അങ്ങനത്തെ ഒരു ഏരിയ ആണ്. എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമ്മൾ ധർമ്മശാല റൂം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങുകയാണ്. പ്ലാൻ എന്താണെന്ന് വെച്ചിട്ട്, കാരണം നമ്മളൊരു 4-5 മണിക്കൂറിന് വേണ്ടി മാത്രം റൂം എടുത്തത്. കാരണം രാവിലെ വന്നുകൊണ്ട് കുറച്ച് ടയേർഡായിരുന്നു, ഉറങ്ങാനും പറ്റിയിട്ടില്ല. അപ്പോൾ അതൊന്ന് അത് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ സമയം 12 മണി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റൂം വെക്കേറ്റ് ചെയ്തിട്ട് 2-3 സ്ഥലം വിസിറ്റ് ചെയ്യാനുണ്ട് ഇവിടെ ധർമ്മശാലയിൽ. അപ്പോൾ അത് ഏതൊക്കെ എന്നുള്ളത് വരുന്നിടത്ത് വെച്ച് പറയാം. അപ്പോൾ നമ്മൾ ഇവിടെ അടുത്തൊരു വെള്ളച്ചാട്ടം ഉണ്ട്, അത് കാണാൻ പോവാണ്. ഓക്കെ, പേര് എനിക്ക് ഇപ്പോഴും വായിൽ വരുന്നില്ല, അതുകൊണ്ട് ഞാൻ നോക്കിയിട്ട് പറയാം. പക്ഷേ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. കണ്ട, ഒരു വണ്ടിക്ക് കഷ്ടിച്ച് പോകാനുള്ള സ്ഥലമേ ഉള്ളൂ, അതിലൂടെ വേണം നമുക്കിങ്ങനെ പോകാൻ. പക്ഷേ ഇത് പിന്നെയും കുഴപ്പമില്ല. ചില സ്ഥലത്ത് നല്ല യൂ ടേണും മറ്റേ എന്താ പറയുക സ്ലോപ്പും കാര്യങ്ങളൊക്കെയാണ്. കണ്ട, 2 ഭാഗത്തും കടകളാണ്.
ഇതാ നമ്മളൊരു അത്യാവശ്യം നല്ലൊരു ട്രാഫിക് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇവിടുത്തെ സ്ഥിരം പരിപാടിയാണ്. മാരുതി നമ്മുടെ നാട്ടിലേ കുറ്റിത്തുറ തന്നെ വണ്ടിയാണ്. അതെ, ഇവിടെ ആൾട്ടോ പേടിക്കണം. അതാണ് മാരുതി ആൾട്ടോ. ഉണ്ടോ? ഇതൊക്കെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഓരോ റോഡുകൾ. വീട് പകുതിയോളം ഒരു രക്ഷയില്ല. യൂട്ടേൺ എന്നൊക്കെ പറഞ്ഞതാ, സ്ലിപ്പായി പോകുന്ന യൂട്ടേണിലാണ്. ഉണ്ടോ? ഇങ്ങനെ വരും. ഉണ്ടോ? ഇങ്ങനെ കയറി പോകണം. അങ്ങനെ പലവിധ റോഡുകളാണ്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറിയതാണ്. ഹോട്ടലിൽ നിന്നുള്ള വ്യൂ അങ്ങോട്ടിരിക്കാം. ഹോട്ടലിൽ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. രണ്ടോട്ട് വാട്ടർഫാൾസാണ്. ഈ വാട്ടർഫാൾസ് നമുക്ക് കാണേണ്ടത്. പക്ഷേ ഈ താഴെയൊക്കെ ചിലപ്പോൾ കാണുന്നുണ്ടത് കണ്ടോ, ഒരു റോസ് കളറ്. അതൊക്കെ ആളുകൾ കിടക്കുകയാണ് ഇവിടെ, കുളിച്ചിട്ട് അവിടെ തന്നെ കിടക്കണ്. ഒരു രക്ഷയില്ല. താഴേക്ക് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് വ്യൂ. അടിപൊളി സ്ഥലം എന്ന് വെച്ചാൽ അടിപൊളി സ്ഥലം. ഞാൻ വിചാരിച്ച മൗണ്ട് അബു വരുന്ന അടിപൊളിയെന്ന്. മൗണ്ട് അബുവിനെ കടത്തി വെട്ടിയിട്ടുണ്ട്. ഒരു രക്ഷയില്ല. മറ്റേ ഫ്രണ്ട് ക്യാമറയിൽ എടുത്ത് കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് വ്യൂ. ഒരു രക്ഷയില്ല. ഇനിയിപ്പോൾ സൂം ചെയ്ത് നോക്കുമ്പം കണ്ടോ, താഴേക്ക് നോക്കുകയാണെങ്കിൽ കണ്ടോ, താഴെ എല്ലാ ആളുകൾ കുളിച്ചിട്ട് ഈ പാറക്കെട്ടിൻ്റെ കണ്ടോ അടിയിലൊക്കെ ആളുകൾ നടക്കുന്നത് കാണാം. കേട്ടോ, കണ്ടോ, ഇവിടെ ആളുകൾ നടക്കുന്നു, കുളിക്കുന്നു, കിടക്കുന്നു. കണ്ടോ, സൂപ്പർ സ്ഥലം. ചീവീടിൻ്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരെ പോലെ തന്നെ നമ്മളും ഒരു ഹൈ റേഞ്ച് ഒക്കെ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ വയനാട്, ഊട്ടി, മൈസൂർ, ഗൂഡല്ലൂർ, മുതുമല, പിന്നെ എന്താ പറയുക കൊടൈക്കനാൽ, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് തന്നെയാണ് നമ്മളും പോകാറുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഹിമാചൽ പ്രദേശ് അല്ലെങ്കിൽ കാശ്മീർ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ നമുക്കെന്നും സ്വപ്നം മാത്രമായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് കേരളം വിട്ട് കുറച്ച് ദൂരേക്ക്, ഇപ്പോൾ ബാംഗ്ലൂർ ഒക്കെ പോയിട്ടുള്ളൂ. പിന്നെ ഇപ്പോഴാണ് ഒന്ന് കുറച്ച് ദൂരേക്ക് വരുന്നതും അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയണതും. അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു, എനിക്ക് ഏറ്റവും നാച്ചുറൽ പ്ലേസ് തന്നെ എനിക്ക് ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി ഇഷ്ടം എന്ന് പറഞ്ഞത്. അപ്പോൾ ഊട്ടി, വയനാട് എല്ലാം ഇഷ്ടം തന്നെയായിരുന്നു. അങ്ങനെയാണ് പിന്നെ മൗണ്ട് അബു എന്ന് പറഞ്ഞ സ്ഥലം കണ്ടത്, രാജസ്ഥാനിലെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് സൂപ്പറാട്ടോ, അടിപൊളി, വേറെ ലെവൽ. ഓക്കെ, ഇനി ഒരു ദിവസം അങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. എവിടെയാണ്? ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയിൽ. പറഞ്ഞല്ലോ, വരാൻ വേണ്ടി നന്നായിട്ട് കഷ്ടപ്പെട്ടു. രാത്രി മുഴുവൻ ഉറക്കം ഇല്ലാതെ ചളിയും മണ്ണും നല്ലതായി ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അങ്ങനെ വന്ന് നമ്മളിത് റൂമെടുത്ത് ഒരു 5 മണിക്കൂർ കിടന്നുറങ്ങി ജസ്റ്റ് ഇവിടെയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയായിരുന്നു. അപ്പോൾ ഇതവിടെ ഉണ്ട്. അപ്പോൾ അത് നല്ല സൂം ചെയ്യാൻ പറ്റുമല്ലോ. താങ്ക് യുടാ. റെക്കോർഡിംഗ് ആണ്. കുഴപ്പമില്ല, ഞാൻ എഡിറ്റോളാം. എഡിറ്റിംഗ് ഓക്കെ, അത് കട്ട് ചെയ്തോളാം. അപ്പം അങ്ങനെ അപ്പം ഇപ്പൊ ധർമ്മശാലയിലെ ഈ ഒരു വ്യൂ കണ്ടപ്പോണ്ടല്ലോ, ഇത് തന്നെ ഫസ്റ്റ്, ഇത് തന്നെ അടിപൊളി എന്നുള്ള രീതിയിലാണ്. കാരണം ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഇവിടെ മൊത്തം അങ്ങനെ തന്നെ, വഴികളാണെന്നുണ്ടെങ്കിലും പിന്നെ ഈ ആളുകളാണെന്നുണ്ടെങ്കിലും എല്ലാം അങ്ങനെ തന്നെയാണ്. ഫുഡ് വന്നു, ഒരു മിനിറ്റ്. അപ്പം മുട്ട ഉണ്ട്, ചിക്കൻ എല്ലാം ഉണ്ട്. അതാ അതിലുണ്ട്. വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഫുഡ് വന്ന്. അപ്പോൾ കുറച്ചുകൂടി സ്പീഡാക്കാം വർത്തമാനം. ഓക്കെ.
അപ്പം സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംഭവം സെറ്റാണ്, ഒരു രക്ഷയില്ല, പൊളിയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒബ്വിയസ്ലി വഴി മാറും, കാരണം ഫുള്ള് വളവും തിരിവും. പിന്നെ അത് ഞാൻ പറഞ്ഞു ചാർജ് ചെയ്യാൻ, അത് കുഴപ്പമില്ല, ഇടാം നമുക്ക്. അങ്ങനെ കയറ്റവും വളവും എല്ലാം കൂടി ബൈക്ക് പോലും ഞാൻ പറഞ്ഞിരുന്നു ഭയങ്കര പ്രയാസമാണ്. ചിലപ്പോൾ ചില സ്ഥലത്ത് എത്തുമ്പോണ്ടല്ലോ ചില ആളുകൾ, ഇപ്പം ഒരു പെണ്ണുണ്ട് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ സ്റ്റക്കായി ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ഒരു ചെറു പുഞ്ചിരിയോടെ ഒരു പോയിന്റിലേക്ക് മാത്രം നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഞാനത് അങ്ങോട്ട് നോക്കിയപ്പോൾ അവിടെ ഒന്നും കാണാനില്ല, പക്ഷെ ഇവളെന്തോ കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ ഇന്നലെ ഞാനൊരു അമൂല്യമായ ഒരു സസ്യത്തെ പറ്റി, ഒരു ചെടിയെ പറ്റി പറഞ്ഞിരുന്നു. അമൂല്യമായെന്ന് പറഞ്ഞാൽ ഒരു ഹോളി അഗ്രികൾച്ചർ എന്ന് തന്നെ പറയാൻ പറ്റും, അങ്ങനത്തെ ഒരു സാധനമുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു അതിൻ്റെ ഇൻഫ്ലുവൻസ് ഇവിടെ നന്നായിട്ടുണ്ട്. അത് ലീഗലാണെന്ന് തോന്നുന്നുണ്ട്. എല്ലാവരും അതിൻ്റെ ആ ഒരു അതിൽ തന്നെയാണ് സംഭവം. അപ്പം എല്ലാവരും മായാ ലോകത്ത് പെട്ട പോലെയാണ്. ഫുള്ള് ഫോറിനേഴ്സാണുള്ളത് ഓൾമോസ്റ്റ്. ഇപ്പം ബാക്കിൽ കാണുന്ന ഈ പാറക്കല്ല് പോലെ സംഭവം എന്ന് പറഞ്ഞാൽ വാട്ടർഫാൾസിൻ്റെ ഒരു ചാലാണത്. അതിൽ വെള്ളം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അവിടെയും ഓരോ കല്ലിലും ഓരോരുത്തർ കുളിച്ചിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതിപ്പോൾ സൂം ചെയ്തെടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് എടുക്കാതെ. എന്തായാലും ഒരു രക്ഷയില്ല, നല്ല നല്ല വീടുകൾ, മനുഷ്യന്മാരാണെങ്കിലും ഭയങ്കര കോപ്പറേറ്റീവാണ്, ഭയങ്കര. ഇപ്പോൾ റൂം നമ്മളെടുത്ത പോലും ഭയങ്കര സർവീസായിരുന്നു. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞാൻ ക്യാമറ ഓഫ് ചെയ്തായിരുന്നു. അപ്പോൾ എന്തായാലും ഭക്ഷണം മുന്നിൽ വന്നിരിക്കല്ലേ, അപ്പം അതിൻ്റെ റിവ്യൂവും കൂടി കോരി ഉള്ളുന്നോണ്ട് കോരി 2-3 പീസ് വരെ. അപ്പോൾ അതിൻ്റെ റിവ്യൂവും കൂടി ആവാമെന്ന് വിചാരിച്ചു. നോക്കാം ഭക്ഷണം എങ്ങനെ ഉണ്ടെന്ന്. ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിച്ചില്ലല്ലോ നമ്മൾ. എന്നിട്ട് ഓംലെറ്റ് കഴിച്ചോളൂ, ബ്രെഡ് ഓംലെറ്റ്. ബ്രെഡ് ഓംലെറ്റ് രാവിലെ കഴിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും കഴിച്ചില്ല. അപ്പോൾ ഇനിയിപ്പം ഇതിപ്പോൾ ഉള്ളത് സംഭവം തന്തൂർ റൊട്ടി കണ്ടോ, നമ്മുടെ നാട്ടിൽ തന്നെ ഏകദേശം അങ്ങനെ തന്നെയാണ് തന്തൂർ റൊട്ടി. പിന്നെ മസാല, ചിക്കൻ മസാലയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇത് ഷെയ്ക്കാണ്, മറ്റേ മിൽക്ക് വാനില ഷേക്കും. നമ്മുടെ രാജാവ് ഓർഡർ ചെയ്തത് ചോക്ലേറ്റ് ഷേക്കുമാണ്. അപ്പം ഞാൻ ഹോണസ്റ്റ്ലി ഞാൻ പറയാം, ഇത് ഭയങ്കര ലൂസാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ തിക്ക് ഷേക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കട്ടിപ്പാല കൊണ്ടാണ് ഉണ്ടാക്കുന്നത്, നല്ല തിക്കായിരിക്കും. പക്ഷേ ഇത് അങ്ങനെയൊന്നുമല്ല, ഒരു ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ പിന്നെ പാലിൽ കുറച്ച് ഐസ്ക്രീം കലക്കി ഇത്തിരി പഞ്ചസാര ഒരു അടി അടിച്ചതെന്നാണ്. നിൻ്റെ ഏകദേശം അങ്ങനെ ആയിരിക്കും തോന്നുന്നുണ്ട്, കുറച്ച് ലൂസാണല്ലേ. ഓക്കെ. അപ്പോൾ ഡ്രിങ്ക്സിൻ്റെ കാര്യത്തിൽ വലിയ സാറ്റിസ്ഫൈഡ് അല്ല. നമുക്ക് അതിന് മേലെ മുട്ടയൊക്കെ ഉണ്ട് കേട്ടോ, നല്ല അടിപൊളി ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ടേസ്റ്റും എരിവൊന്നുമില്ല തോന്നുന്നു. ആണോ? സ്പൈസി എന്നല്ലേ നമ്മൾ പറഞ്ഞല്ലേ, അതെന്തോ ചോദിച്ചെന്ന് തോന്നുന്നുണ്ട്. ഓടാ മഞ്ഞപ്പൊടി എന്തോ കുടിക്കുന്നുണ്ട് അവിടെ, എന്തോ ഒരു ഫ്ലേവർ മുളച്ച് നിൽക്കുന്നുണ്ട്. ബാക്കി എരിവ് പിടിച്ചിട്ടില്ല. ഉപ്പിന് കുറവ് എന്തുകൊണ്ടെന്ന്. ഉപ്പ് കുറവുണ്ടോ? എന്തൊരു കുറവ് എന്ന് വെച്ചാൽ കാണാൻ ലുക്കാണ് സാധനം, പക്ഷെ കഴിക്കാനും അഡ്ജസ്റ്റബിൾ ആണ്, വലിയ മോശം പറയല്ല. പക്ഷെ എന്തോ ഒരു കുറവും ഒരു കൂടുതലും ഉണ്ട്. അതെന്താണെന്ന് മനസ്സിലാവില്ല. കൂടുതലുള്ളത് മഞ്ഞപ്പൊടിയാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ആ ഒരു മസാല ഒരു എന്താ പറയുക മുളച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ എന്തോ ഒരു കുറവും ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ എങ്ങനെയെങ്കിലും കിട്ടുന്നത് അനുഗ്രഹമാണ്. കാരണം ഇവിടെ ഇങ്ങനെയും മേലോട്ടുള്ള ഈ ഏരിയയിലൊക്കെ, ഇപ്പോൾ ഹിമാചലാണെന്നുണ്ടെങ്കിലും ഇനി കാശ്മീരോ വേറെ എവിടെ സ്ഥലം ഉത്തരാഖണ്ഡൊക്കെ തോന്നുന്നുണ്ട്. വലിയ റേറ്റില്ല. അതല്ല, മറ്റേ മാഗിൻ്റെ, നമ്മുടെ മാഗി ഉണ്ടല്ലോ, നമ്മൾ മൗണ്ട് അബു പോയപ്പോൾ ഞാൻ കാണിച്ചിരുന്നു. നമ്മൾ സാധാ മാഗി ഇല്ലേ 10 രൂപ 20 രൂപ, ആ മാഗിയാണ് മെയിൻ സാധനം. 190 രൂപ അന്ന് അടിച്ചത്. 2 മാഗി അന്ന് കഴിച്ചത് 190 രൂപ അന്ന് കൊടുത്തത്. ഇതാണ് അവസ്ഥ. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് അഡ്ജസ്റ്റബിൾ ആണ്, ഓക്കെയാണ്. അപ്പോൾ ഇനി കഴിച്ചുകൊണ്ട് കാണാം. ഓക്കെ. ഒരു പാട്ട് കേൾക്കുന്നുണ്ടോയെന്ന് ശ്രദ്ധിക്കണേ, വല്ലാത്തൊരു പാട്ട് കേട്ടോ. ഇവിടെയുള്ള കടകളിലൊക്കെ ഉള്ള പാട്ട് ഒരു സ്ലോ പാട്ട്, അതായത് നോർമൽ പാട്ട് മറ്റേ നമ്മൾ 1.2 അങ്ങനെയൊക്കെ ഇട്ട് സ്പീഡാക്കുമ്പോൾ 0.5 0.25 സ്ലോ ആക്കുമല്ലോ.
അങ്ങനെ സ്ലോ ആക്കിയിട്ട് ഇങ്ങനെ ഒരു പ്രത്യേക ഒരു താളമൊക്കെ. ഇവിടെയുള്ള എല്ലാ കടകളിലെ പാട്ടുകളും അങ്ങനെയാണ്, ചായക്കടകളിലെ. അത് ഞാൻ തിരിച്ച് വരുമ്പം ഞാൻ കേൾപ്പിച്ചു തരാം. അപ്പം നമ്മളിപ്പോൾ നടന്നു പോകുന്നത് വാട്ടർഫാൾസിലേക്കാണ് കേട്ടോ. വാട്ടർഫാൾസിൻ്റെ ആ ഒരു നമ്മൾ നേരത്തെ കാണിച്ചല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു മേലേക്കാണ് ഇപ്പോൾ നമ്മൾ നടന്നു പോകണം. അവിടെ നിന്നുള്ള ആ ബാഗിലല്ലേ ഒരു അടിപൊളി, ഒരു രക്ഷയില്ല വ്യൂ എന്ന് വെച്ചാൽ. കണ്ട ആ പാട്ട് ഇപ്പോഴും എൻ്റെ കാതുകളിൽ മുഴങ്ങുന്നു. കണ്ട സ്വർഗത്തിലെ കുളി എന്നൊക്കെ പറഞ്ഞ ഇതാ. നമുക്ക് ഒരു സ്വിമ്മിങ് പൂളിനേക്കാൾ അടിപൊളി, നല്ല ക്ലാരിറ്റി ഉള്ള വാട്ടറാണ്. നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം കേട്ടോ, ഒരു രക്ഷയില്ല. അപ്പം അവസാനം നമ്മൾ നടന്ന് നമ്മൾ തേടി വന്ന വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തി. ഇതാണ് സംഗതി. അപ്പം ഇതിനേക്കാളും നല്ല ഫോഴ്സ് ഉണ്ടാവും എന്നാണ് പറയണത്. ഇപ്പം മഴക്കാലം അല്ലാത്തതുകൊണ്ട് ഇത്ര ഫോഴ്സേ ഉള്ളൂ, പക്ഷെ എന്നാലും അത്യാവശ്യം ഭംഗിയുണ്ട്. പിന്നെ കണ്ടോ വെള്ളമൊക്കെ നല്ല അടിപൊളി ക്ലാരിറ്റിയാണ് വെള്ളത്തിന്, നല്ല ശുദ്ധമായ വെള്ളമാണ്, നല്ല ഒഴുക്കുണ്ട്. അപ്പോൾ ഇതാണ് സംഗതി. വെള്ളച്ചാട്ടമെല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മൾ തിരിച്ച് അടുത്ത സ്ഥലത്തേക്ക് ഇങ്ങനെ പോകാൻ വേണ്ടി വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ സൈഡിലൊക്കെ നല്ല കച്ചവടക്കാരുണ്ട്, മാലയുണ്ട്, വളയുണ്ട്, ഇനി എന്തെങ്കിലും മുറുക്കാനോ തിന്നാനോ വലിക്കാനോ എല്ലാത്തിനും അതിനനുസരിച്ചിട്ട് വിൽക്കാനുള്ള ആൾക്കാരുണ്ട്. ഹായ്. പിന്നെ ഇവിടെ ഇങ്ങനെ കണ്ടോ ഒരു വടി, ഈ വടിയുടെ കെട്ടെന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ മലയൊക്കെ കയറാൻ വേണ്ടിയിട്ട് ഇത് റെൻറ്റിന് കൊടുക്കണതാണ്. ആദ്യമായിട്ടാണ് വടി വാടകയ്ക്ക് കൊടുക്കണത് കാണുന്നത്. പക്ഷേ ഇതുണ്ടോ, ഓക്കെ നമുക്ക് അടിപൊളി സ്ഥലമാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മൾ വെള്ളച്ചാട്ടം കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പം പോകുന്ന സ്ഥലം ഒരു ടിബറ്റൻസിൻ്റെ അല്ലെങ്കിൽ മക്ലോഡ് ഗഞ്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദലൈലാമ, അതായത് ബുദ്ധ സന്യാസിയുടെ അല്ലെങ്കിൽ ബുദ്ധ വിഭാഗക്കാരുടെ ആത്മീയ നേതാവായ ദലൈലാമ ഇപ്പോൾ വസിക്കുന്നുണ്ടെന്ന് പറയുന്ന ഒരു, അല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ അങ്ങേരുടെ ഒരു വാസസ്ഥലം, ആ സ്ഥലത്തേക്കാണ് നമ്മളിപ്പം. അത് അവരുടെ കൾച്ചറും മതപരമായ കാര്യങ്ങളൊക്കെ പണ്ട് നമ്മൾ ഒരു മൊണാസ്ട്രിയിൽ പോയിരുന്നല്ലോ, അപ്പം അതേപോലത്തെ ഒരു സ്ഥലമാണിത്. അപ്പോൾ അതിലേക്കുള്ള വഴികൾ എന്തായാലും വളരെ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ അതാണിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ട താഴെ ഇങ്ങനെ കല്ല് പാകിയിട്ട് സൈലന്റ് വാലി പോയ ആ ഒരു ഫീലാണ് ഇപ്പോൾ. സംഗതി പൊളിയാണ് ശരിക്കുണ്ടല്ലോ. പീസ്ഫുള്ളായിട്ട് ജീവിക്കണമെങ്കിൽ ഇങ്ങനെ ജീവിക്കണം. ആകെ ചീവീടിൻ്റെ സൗണ്ട് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അയൽപ്പക്കക്കാരുടെ അടിയോ അല്ലെങ്കിൽ നിലവിളിയോ തെറിവിളിയോ വണ്ടികളുടെ സൗണ്ടോ ഒന്നുമില്ലാതെ പീസ്ഫുള്ളായിട്ട് ജീവിക്കണമെങ്കിൽ ശരിക്കും ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വന്നിട്ട് ജീവിച്ചുണ്ടല്ലോ മനസ്സിന് ഇത്തിരി സ്വസ്ഥവും ശാന്തവും എല്ലാം നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് വ്യൂ പോയിന്റ്. അതായത് കണ്ടോ മഞ്ഞ് മലയുണ്ട്, സാധാ മല എല്ലാം ഉണ്ട്. പക്ഷേ എനിക്കിഷ്ടപ്പെട്ട സംഭവം ഇതാണ്. കണ്ടോ അടിപൊളി ഒരു ആടിനെ നോക്ക്, അതിന് രോമം നോക്ക്. കണ്ടോ അടിപൊളി സംഭവം കേട്ടോ. ചാടോ ചാടരുത്, ചാടി 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 ചാടി. അപ്പോൾ നമ്മൾ ആ ദലൈലാമയുടെ പിന്നെ ആ ഒരു സംഭവം കാണാൻ വേണ്ടി പോയി. പക്ഷേ അത് കാണാൻ പറ്റിയില്ല, കാരണം അതൊരു സ്ഥലത്തിൻ്റെ പേരാണ്, അല്ലാതെ
പിന്നെ അതൊരു അവർ നിന്നിരുന്ന സ്ഥാപനത്തിൻ്റെ പേരും കാര്യങ്ങളൊന്നുമല്ല. നല്ല വെയിലടിക്കണം. പിന്നെ വന്നത് വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടിയിട്ടാണ്. ഇവിടുത്തെ മൗണ്ടൻ വ്യൂ പോയിൻ്റാണ് ഈ കാണുന്നത്. കണ്ടോ, കുറച്ചും കൂടി നല്ലൊരു വ്യൂ അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ അത് ക്യാമറ എടുക്കാൻ പറ്റിയില്ല. ഇത് മഞ്ഞുമല കാണാൻ പറ്റും, കാണിച്ചുതരാം. കണ്ടോ, ഇതാ ഈ ചെടിയുടെ ഇപ്പുറത്തേക്കുള്ളത് ശരിക്കും ഇവിടെ ഒരു മഞ്ഞുമലയുണ്ട്. അത് ക്യാമറയിൽ വിസിബിൾ ആവണില്ല, കാരണം മേഘവും മഞ്ഞും കൂടി മിക്സായിട്ട് ശരിക്കും വൈറ്റായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് സംഭവം ഇതിൽ കാണാത്തത്. പക്ഷേ കണ്ടോ, അടിപൊളി വ്യൂ ആണ്. അപ്പോൾ ഇനി നമ്മളങ്ങോട്ട് അടുത്തത് ഡാൽ ലേക്ക് താഴല്ലേ. അപ്പോൾ താഴെ ഒരു ഡാൽ ലേക്ക് ഉണ്ട്. അത് കണ്ടിട്ട് നേരെ ഡൽഹൌസി എന്ന് പറഞ്ഞ സ്ഥലം, അത് കാശ്മീരിലേക്ക് പോകുന്ന വഴി ഉള്ള സ്ഥലമാണത്. അതും ഇതേപോലൊരു എന്താ പറയുക, മല എന്ന് വെച്ചാൽ ഭയങ്കര ഉയരത്തിലുള്ളൊരു സ്ഥലമാണ്. കാശ്മീരിൻ്റെ മലനിരകളിലെന്ന് പറയാം. അപ്പോൾ ഇനി അവിടെയാണ് മിക്കവാറും ഇന്ന് രാത്രി അവിടെ സ്റ്റേ ചെയ്യുന്നത്.